സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമുക്ക് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ പ്രതീക്ഷിക്കാം അല്ലെ. PSC എക്സാമുകൾക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാറ്. അപ്പോ ഭാരതീയ റിസർവ് ബാങ്കിന്റെ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വൃക്ഷം പനയാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ചോദിച്ചാൽ ഏത് ബാങ്കാണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന പദ്ധതി സ്ഥിര നിക്ഷേപം. അത് കറക്റ്റ് ആണ് അല്ലെ. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പോൾ നമ്മുടെ പോലീസ് ഡ്രൈവറുടെ എക്സാമിങ് അടുത്തു അല്ലേ. വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ഇനി എക്സാമിനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമുക്ക് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ പ്രതീക്ഷിക്കാം അല്ലെ. PSC എക്സാമുകൾക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാറ്. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിന്റെ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വൃക്ഷം പനയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1-നാണ്. അടുത്തത് ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. ഇതിലേത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമുക്കറിയാം ഭാരതീയ റിസർവ് ബാങ്കിന്റെ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വൃക്ഷം പനയാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഈ റിസർവ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ് റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആ ഒരു എംബ്ലത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഏതാണ്? ഒരു വൃക്ഷവുമുണ്ട്, അതുപോലെ ഏതാണ്? ഒരു മൃഗവും ഉണ്ട് അല്ലെ. വൃക്ഷം പനയാണെന്ന് പറഞ്ഞു. മൃഗമാണെങ്കിൽ ഏത് മൃഗമാണ്? കടുവയാണ്. മൃഗം കടുവയാണ്. അതിനു മുൻപ്, ഈ കടുവയാകുന്നതിന് മുൻപ് ഏത് മൃഗമായിരുന്നു? സിംഹമായിരുന്നു അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്കിന്റെ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗം കടുവയാണ്. കടുവയ്ക്ക് മുൻപ് ഏതായിരുന്നു? സിംഹമാണ്. അതുപോലെ വൃക്ഷം ഏതാണ്? പനയാണ്. എണ്ണ പനയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. അതുപോലെ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ആണോ? അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല അല്ലെ. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഏത് വർഷമാണ്? 1934 അല്ലെ. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1-നാണ്. അതെന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1935 ഇന്ത്യയിൽ ഏത് പ്രവർത്തനം ആരംഭിച്ചത്? റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1949 1949 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഓക്കെ, അപ്പോ അടുത്ത ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ് അല്ലെ. അതുപോലെ അടുത്ത എന്താണ്? ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1926 ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ ഏത് വർഷമാണ്? 1926 ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് എന്ത് ചെയ്ത് നിലവിൽ വന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ഔദ്യോഗികമായ ഒരു പേരുണ്ട്. ഏതാണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അപ്പോൾ
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1926 ഹിൽട്ടൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അല്ലെ. അതുപോലെ ഈ ഹിൽട്ടൺ കമ്മീഷന്റെ ഔദ്യോഗികമായ പേര് അല്ലെങ്കിൽ മറ്റൊരു പേര് എന്ന് ചോദിച്ചാൽ ഏതാണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അപ്പൊ ഇത്രയും സ്റ്റേറ്റ്മെന്റിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 2 തെറ്റാണ്. ബാക്കി 1, 3, 4 എന്താണ്? 1, 3, 4 എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 1, 3, 4 എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ആണ് അല്ലെ. അതുപോലെ വായ്പകൾ, അപ്പൊ പണച്ചുരുക്ക സമയത്താണെങ്കിലും പണപ്പെരുപ്പ സമയത്താണെങ്കിലും ഈ വായ്പയിൽ എന്ന് വെച്ചാൽ പലിശ നിരക്കില് മാറ്റം വരുത്തി കൂട്ടിയും കുറച്ചും ഒക്കെ എന്താണ് വായ്പകൾ നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക്. അപ്പൊ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ഏതാണ്? റിസർവ് ബാങ്ക് ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? കറൻസി, വിദേശ കറൻസിയുടെ സൂക്ഷിപ്പുകാരൻ, അതുപോലെ നമ്മുടെ ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ ബാങ്കേഴ്സ് ബാങ്ക്, എല്ലാ ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ആണ് അല്ലെ. ഗവൺമെന്റിന്റെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുകയും ഗവൺമെന്റിന് വേണ്ടി ഇടപാടുകൾ നടത്തുകയും എല്ലാം ചെയ്യുന്ന ഏത് ബാങ്കാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആരെന്ന് ചോദിച്ചാലും ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പൊ റിസർവ് ബാങ്കിന്റെ പോർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? റിസർവ് ബാങ്കിന്റെ ആ ഒരു പോർഷൻസ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ആരാണ്? ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ഏതാണ്? നമുക്കറിയാം, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നീതി ആയോഗ്, ഇന്ത്യയുടെ രാഷ്ട്രപതി, ദേശീയ വികസന കൗൺസിൽ, ധനകാര്യ മന്ത്രാലയം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ഏതാണ്? നമ്മുടെ ദേശീയ വികസന കൗൺസിൽ ആണ് അല്ലെ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. അപ്പോൾ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. അപ്പോൾ 1952 ആണ്. 1952 ഓഗസ്റ്റ് 6 ഏത് രൂപീകരിച്ചത്? ദേശീയ വികസന കൗൺസിൽ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് 6 രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. ആ കുറച്ച് ദിവസങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മൾ എക്സാമിന് എങ്ങനെ വിജയിക്കുന്നു, റാങ്ക് നേടുന്നു എന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ദിവസങ്ങൾക്ക് വേണ്ടി ഒരു റിവിഷൻ പോലെ ഒരു ക്രാഷ് ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് 8089200474 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്രാഷ് ബാച്ച് നമുക്കറിയാം, ഇനി ലാസ്റ്റ് നിമിഷം നമുക്ക് കുറേ എക്സാമുകൾ എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിന്റെ ആ ഒരു മോഡലൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ എക്സാമുകൾ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിവിഷൻ ആയിരിക്കും ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? ഏതാണ്? നമുക്കറിയാം, ഏതാണ്? കാർഷിക വികസനമാണ് അല്ലെ. അപ്പോൾ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർഷിക പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. അതുപോലെ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? ഹരോൾഡ് ഡോമർ മോഡൽ. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. അതുപോലെ തന്നെ ഏത് വർഷമാണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്? 1951 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പില് പ്രാധാന്യം കൊടുത്ത അല്ലെങ്കിൽ നടത്തിപ്പിന് മേൽനോട്ടം വഹിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KN രാജ് ആണ് കേട്ടോ. KN രാജ്. ഓക്കെ, മലയാളിയാണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിന് പ്രാധാന്യം കൊടുത്തു? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. കൃഷി ജലസേചനം വൈദ്യുതീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ്? വ്യവസായത്തിനാണ് അല്ലെ. വ്യാവസായിക പദ്ധതി
വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അത് അപ്പോൾ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ ആണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? USSRൽ നിന്നാണ് അല്ലെ. എവിടെ നിന്നാണ്? USSRൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ് അല്ലെ. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ആദ്യമായിട്ട് ലോകത്ത് നടപ്പിലാക്കിയത് ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി തുടങ്ങിയ ആ ഒരു സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നീതി ആയോഗ് ഇനി പറയുന്ന ഏത് കമ്മീഷനെ മാറ്റി സ്ഥാപിച്ചതാണ്? ഏത് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് രൂപീകരിച്ചത്? നമുക്കറിയാം ഏത് കമ്മീഷനാണ്? ആസൂത്രണ കമ്മീഷനാണ് അല്ലെ. ആസൂത്രണ കമ്മീഷൻ പകരമാണ് എന്ത് വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത് അല്ലെ. അപ്പൊ ഏത് വർഷമാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 2015 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഓക്കെ, നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. അപ്പോൾ 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. ഏത് കമ്മീഷനെ മാറ്റിയാണ്? ഏത് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ചോദിച്ചാൽ ഏത് ബാങ്കാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളെ സംബന്ധിച്ച് യോജിക്കാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൂടുതലും ഇടപാടുകൾ നടത്തുന്ന എവിടെയാണെന്ന് നമ്മൾ വാണിജ്യ ബാങ്കുമായിട്ടാണ്. വായ്പ എടുക്കാനാണെങ്കിലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മൾ എവിടെയാണ് പോകുന്നത്? വാണിജ്യ ബാങ്കിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളെ സംബന്ധിച്ച് യോജിക്കാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പൊതുജനങ്ങളെ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി ഏതാണ്? ആവർത്തിത നിക്ഷേപം. അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന പദ്ധതി പ്രചലിത നിക്ഷേപം, കറന്റ് ഡെപ്പോസിറ്റ്. അടുത്ത എന്താണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന പദ്ധതി സ്ഥിര നിക്ഷേപം. അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഒരു നിശ്ചിത തുക വിഹിതം പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന പദ്ധതി സമ്പാദ്യ പദ്ധതി, സേവിംഗ് ഡെപ്പോസിറ്റ്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? നമുക്കറിയാം പൊതുജനങ്ങളെ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി ആവർത്തിത നിക്ഷേപം. ഇതെന്താണ്? തെറ്റാണ് അല്ലെ. അപ്പോൾ പൊതുജനങ്ങളെ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏത് പദ്ധതിയാണ്? സമ്പാദ്യ നിക്ഷേപമാണ്. പൊതുജനങ്ങളെ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി ഏത് പദ്ധതിയാണ്? സമ്പാദ്യ നിക്ഷേപമാണ്, സേവിംഗ് ഡെപ്പോസിറ്റ്, സമ്പാദ്യ നിക്ഷേപം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ആവർത്തിത നിക്ഷേപമല്ല. ഓക്കെ, അവിടെ എന്താ വരുന്നത്? പൊതുജനങ്ങളുടെ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി സേവിംഗ് ഡെപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത് എന്താണ്? ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന പദ്ധതി പ്രചലിത നിക്ഷേപം. അതെന്താണ്? കറന്റ് ഡെപ്പോസിറ്റ് ആണ് അല്ലെ. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് ആരാണ്? ഒരു ദിവസം തന്നെ പണം നിക്ഷേപിക്കുകയും അതുപോലെ വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം വ്യാപാരികളാണ് അല്ലെ. കച്ചവടക്കാർക്കാണ്. അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ അവർക്ക് ആവശ്യത്തിന് അവരപ്പം എന്ത് ചെയ്യും? അത് വിഡ്രോ ചെയ്യുകയും ചെയ്യും അല്ലെ. അതാണ് കറന്റ് ഡെപ്പോസിറ്റ് ആണ്. അത് എന്താണ്? അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന പദ്ധതി സ്ഥിര നിക്ഷേപം. അത് കറക്റ്റ് ആണ് അല്ലെ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന പദ്ധതി സ്ഥിര നിക്ഷേപം. അത് കറക്റ്റ് ആണ് അല്ലെ. ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അടുത്ത എന്താണ്?
ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന പദ്ധതി സമ്പാദ്യ നിക്ഷേപം. ഇതെന്താണ്? ഇത് തെറ്റാണ് അല്ലെ. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്യുന്ന നിക്ഷേപിക്കുന്ന പദ്ധതി, ആ പദ്ധതിയുടെ പേരെന്താണ്? നമ്മളിവിടെ ആദ്യം പറഞ്ഞു, ഏതാണ്? ആവർത്തിത നിക്ഷേപമാണ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് ഏതാണ്? റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുമ്പോ എന്താണ്? 1 4 എന്താണ്? തെറ്റാണ് കേട്ടോ. 1 4 തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമുക്ക് പോലീസ് ഡ്രൈവറുടെ എക്സാമിങ് അടുത്തു. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് ആ ഒരു റിവിഷൻ ബേസിൽ നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം എന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും വേറെ ക്ലാസ്സായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.